ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ സ്വന്തമായിട്ട് ഒരു AI ലാംഗ്വേജ് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഇത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് രീതിയിലാണ്, അതായത് PPP മോഡലിലാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചൈന അവരുടേതായ രീതിയിലാണല്ലോ ഒരു AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ അമേരിക്കൻ രീതിയിലും ഡെവലപ്പ് ചെയ്തെടുക്കും. ഇപ്പോൾ അമേരിക്ക ഡെവലപ്പ് ചെയ്തതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചൈന ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. ചൈന ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടായിരിക്കും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡലിൽ AI ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലുള്ള ഇന്ത്യയുടെ ഇത്തരം റിസർച്ചുകളെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും പ്രോജക്റ്റുകളെ കുറിച്ചും. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ പലരും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഇന്ത്യ റിസർച്ചിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുക വളരെ കുറവാണ്, ഇന്ത്യ DRDOയ്ക്ക് മാറ്റിവെക്കുന്ന തുക കുറവാണ്, അല്ലെങ്കിൽ ഇന്ത്യ സ്പേസ് മിഷൻസിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക വളരെ കുറവാണ്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് എക്കണോമിയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ 5 മടങ്ങ് GDP കൂടുതലുണ്ട് ഏറെക്കുറെ ചൈനയ്ക്ക്, ഏതാണ്ട് ഒരു 6-7 മടങ്ങോളം GDP കൂടുതലുണ്ട് US-ന്. സോ ഇത്രയും നമ്മളെക്കാൾ എക്കണോമിക്കലി മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അവരെക്കാൾ സാമ്പത്തികമായി ഏറെ പുറകിൽ നിൽക്കുന്ന നമുക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ പറ്റുക? അപ്പോൾ ഒരിക്കലും ചൈന ഇപ്പൊ 100 ബില്യൺ മാറ്റി വയ്ക്കുന്നു, അമേരിക്ക 350 ബില്യൺ മാറ്റി വെച്ചിരിക്കുകയാണ് AI രംഗത്ത്, ഇന്ത്യ വെറും 10 ബില്യനെ വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മൂൺ മിഷൻ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാളും ചെലവ് ചുരുക്കിയാണ് ഇന്ത്യ ചെയ്തത്. അത് നമ്മളിവിടെ നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും മികച്ച ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പദ്ധതി. ഇന്ത്യൻ സയന്റിസ്റ്റുകൾ നേരിടുന്ന ഒരു ചലഞ്ചും അത് തന്നെയാണ്. അതത്ര എളുപ്പമല്ല. US-നെ പോലുള്ള വലിയ രാജ്യങ്ങൾ ബില്യൺ കണക്കിന് US$ പൊടിച്ച് കണ്ടെത്തുന്ന സാധനം നമ്മൾ നിസ്സാരമായ തുകയിൽ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിന് അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണം, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ വേണം. അത് നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഹോളിവുഡ് സിനിമയുടെ ബജറ്റ് പോലും ഇല്ലാതെ നമുക്കൊരു മൂൺ മിഷൻ സാധ്യമാവുന്നത്, ഒരു മാർസ് മിഷൻ സാധ്യമാവുന്നത്. അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ 10 ബില്യൺ ആണ് നമ്മളിപ്പോൾ AI ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാഹചര്യത്തിൽ ധാരാളമാണ് എന്ന് നമുക്ക് പറയാം. ഇന്നത്തെ നമ്മുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് 4.1-2 ട്രില്യൺ മാത്രമേ ഉള്ളൂ. US ഇപ്പോൾ 350 ബില്യൺ AI ഡെവലപ്മെന്റിന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ GDP ഏതാണ്ട് 30 ട്രില്യൺ ആണ്. ഇന്ത്യയുടെ എത്ര മടങ്ങ് മുകളിലാണെന്ന് നോക്കൂ. ചൈനയുടെ ഏതാണ്ട് 20 ട്രില്യൺ അടുത്തുണ്ട് അവരുടെ GDP. അവർക്ക് 100 ബില്യൺ മാറ്റി വയ്ക്കാം. അതുപോലെ മാറ്റി വയ്ക്കാൻ ഇന്ത്യക്ക് പറ്റില്ല. ഇന്ത്യക്ക് 10 ബില്യനെ മാറ്റി വയ്ക്കാൻ പറ്റൂ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ ആ 10 ബില്യൺ എന്ന പരിമിതമായ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച ടെക്നോളജിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അത് നേടുമ്പോഴാണ് നമ്മൾ ഈ 2 രാജ്യങ്ങളെക്കാളും മുകളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്പേസ് മിഷൻസ് ഇത്രയും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അവരുടെ സ്പേസ് ദൗത്യങ്ങൾക്ക് ഇസ്രോയെ സമീപിക്കുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മാത്രമല്ല അവരുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. അപ്പൊ US-നെ പോലെയോ അല്ലെങ്കിൽ ചൈനയെ പോലെയോ വലിയ ബജറ്റ് ഇല്ല എന്നതുകൊണ്ടോ അവരെ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതുകൊണ്ടോ നമ്മൾ ദുർബലമാണെന്നോ പുറകിലാണെന്നോ അർത്ഥമില്ല. ഇന്ത്യയുടേതായ രീതിയിൽ AI രംഗത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മളെക്കാൾ ബഡ്ജറ്റിന്റെ മുമ്പിലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ US ഒരു 300-350 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് AI-ൽ, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടർ രണ്ടും കൂടെ ചേർത്തിട്ട്. അതുപോലെ തന്നെ ചൈന ഏതാണ്ട് ഒരു 100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടൻ ഏതാണ്ട് ഒരു 20-25 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജർമ്മനി ഒരു 12 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ഒരു 11 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഒരു 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യ 10-ൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ AIക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ ആദ്യ 10-ൽ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അതൊരു മോശം കാര്യവുമല്ല. നോക്കൂ, വികസിത രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ എത്രയോ രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പൊ അതില് ഒരു വികസ്വര രാജ്യമായ ഇന്ത്യക്ക് 10 ബില്യൺ US$ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമല്ല, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മുൻപ് തെളിയിച്ച ഒരു സംഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിൽ ഒരു AI ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു ലാർജ് ലാംഗ്വേജ് ആണ്. ലാർജ് സ്കെയിലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ചെയ്യുന്നത്.
സോ AI സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യ ഒട്ടും പുറകിലല്ല എന്ന് പറഞ്ഞ് അമേരിക്കയുടെയും ചൈനയുടെയും മുമ്പിലുമല്ല. ഈ അമേരിക്കയുടെയും ചൈനയുടെയും മുമ്പിലല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരുപാട് പുറകിലാണ് എന്ന അർത്ഥവുമില്ല. ഇത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. AI ആണ് ഭാവി എന്ന് ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇന്ത്യൻ ഗവൺമെന്റിന് അറിയാം, ഇന്ത്യയിലെ കമ്പനികൾക്കറിയാം. സോ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നമ്മുടെ രാജ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ചൈനയുടെയോ അമേരിക്കയുടെയോ വേഗത കണ്ടെത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം ഈ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തുക ഇൻവെസ്റ്റ് ചെയ്യാനും ആ രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പറ്റില്ല. അത്തരം ഒരു സംവിധാനം ഇന്ത്യയിൽ ഇല്ല. നമ്മളൊരു വികസ്വര രാജ്യമല്ലേ, നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നു വരുന്നതേ ഉള്ളൂ. ദാരിദ്ര്യത്തെ ഇപ്പോഴും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ കഴിയാത്ത രാജ്യമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഒരുപാട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയും. അത് ആ ഒരു വളർച്ച നമ്മളെ രാജ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്. ഒരു 2040-50 ഇന്ത്യ ഒരു മേജർ ഗ്ലോബൽ പവറായി മാറും എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്ന് വിളിക്കുന്നത്. നമ്മളല്ലാതെ ഇപ്പോൾ സൂപ്പർ പവർ അല്ല. ഇപ്പൊ നമ്മൾ ചില മേഖലകളിൽ വേണമെങ്കിൽ സൂപ്പർ പവർ എന്ന് പറയാം. എല്ലാ മേഖലയിലും ഇപ്പൊ US പോലെ ഒരു കംപ്ലീറ്റ് ഒരു സൂപ്പർ പവർ ആണ് നമ്മളെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യ 4 ഗ്രേറ്റ് പവേഴ്സിൽ ഒന്നാണെന്ന്. ശരിയാണ്, 4 ഗ്രേറ്റ് പവേഴ്സിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യ 4ാമതേ വരൂ. അതായത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞ് 4ാമതേ ഇന്ത്യ വരൂ. കാരണം ഇന്ത്യ ഒരിക്കലും ഒന്നാമതല്ല. അപ്പൊ നമ്മൾ ഒന്നാമത് എത്തണമെങ്കിൽ അല്ലെങ്കിൽ 2ാമതെങ്കിലും എത്തണമെങ്കിൽ ഒരുപാട് നമ്മൾ ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. സോ നമ്മുടെ 4ാം സ്ഥാനത്തിൽ നിന്ന് അമേരിക്കയുടെ 1ാം സ്ഥാനത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അമേരിക്ക നമ്മളെക്കാൾ പല മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആണവ ശക്തി എടുത്ത് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഇങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില മേഖലകളിൽ തീർച്ചയായിട്ടും US നമുക്ക് നേരിടാൻ പറ്റും. പക്ഷെ അതിനർത്ഥം US ടോട്ടൽ പവറും ഇന്ത്യയുടെ ടോട്ടൽ പവറും എടുക്കുമ്പോൾ രണ്ടും ഈക്വൽ ആവില്ല ഒരിക്കലും. ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ ഈ 4th പൊസിഷനിൽ നിന്ന് നമുക്ക് 3rd, 2nd എന്ന് പറഞ്ഞ് ലാസ്റ്റ് 1ലേക്ക് ഈ നൂറ്റാണ്ടിൽ തന്നെ എത്താൻ കഴിയുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പറയുന്നത്, ഏജൻസികളാണ് പറയുന്നത് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആണ് എന്ന്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അവിടെ നമ്മുടെ AI കോൺട്രിബ്യൂഷൻ ഒട്ടും കുറവല്ല. നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ചൈന ഒരു 100 ബില്യൺ ചെലവാക്കുന്ന സ്ഥലത്ത് 10 ബില്യൺ ഇന്ത്യ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ. അത് എല്ലാം തികഞ്ഞു എന്നല്ല, പക്ഷെ ഇന്ന് നമുക്ക് അത് മതി. അവിടെയാണ് ഞാൻ നമ്മുടെ സ്പേസ് മിഷൻസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ ഇസ്രോ ഒരു ചൈനീസ് സിനിമ പോലും എടുക്കുന്ന ബജറ്റിൽ അതിലും താഴെ എമൗണ്ടിലാണ് ഓരോ മിഷൻസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ AI നമുക്കിത് ധാരാളമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.